ചില പ്രവൃത്തികൾ നീ ചെയ്യണം. ആ പ്രവൃത്തി എന്താണ് എനിക്ക് പറയാൻ നാളുള്ളൂ. 4 വയസ്സുള്ള ഈ മയക്കുമരുന്നിന്റെ അടിമയുടെ മകനെ ഈ വിളിക്കപ്പെടുന്ന പെണ്ണ് ബോധിക്കണം എന്നാണ് ഈ പറയുന്ന മെസ്സേജിൽ, ഭർത്താവ് പിടിക്കുന്ന മെസ്സേജിൽ പറയുന്നത്. മയക്കുമരുന്ന് എത്രത്തോളം മനുഷ്യന്റെ ബോധമണ്ഡലത്തെ, മനുഷ്യന്റെ കുടുംബജീവിതത്തെ, മനുഷ്യന്റെ സ്വാസ്ഥ്യത്തെ എത്രമാത്രം കാർന്നു തോന്നിയിരിക്കുന്നു എന്നതാണ് നമ്മൾ അറിയേണ്ടത്. നമ്മൾ വീട് നിർമ്മിക്കാൻ ഏൽപ്പിക്കുന്ന ഒരു എഞ്ചിനീയർ, നമ്മൾ വീടിന്റെ കോൺട്രാക്ട് ഏൽപ്പിക്കുന്ന ഒരു കോൺട്രാക്ടർ, നമ്മൾ നമ്മുടെ കുടുംബത്തെ കൊണ്ടുപോകാൻ ഏൽപ്പിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, നമ്മൾ നമ്മുടെ വീട്ടിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും റിപ്പയറിംഗ് പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിളിച്ച് ധൈര്യപൂർവ്വം ആ വീട്ടിന്റെ മുഴുവൻ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഏൽപ്പിച്ചു പോകുന്ന ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ മെല്ലെ ഈ സ്ത്രീകളുമായി അടുക്കുകയും ആ സ്ത്രീകൾക്ക് മയക്കുമരുന്ന് നൽകുകയും ആ മയക്കുമരുന്ന് അഡിക്റ്റായി കഴിഞ്ഞാൽ അവളെ എന്തിനും സന്നദ്ധമാകുന്ന ഒരു അവസ്ഥയിലേക്ക് അവളെ എത്തിക്കുകയും ചെയ്യുന്ന പരിതാപകരമായ ഒരു ഘട്ടത്തിലാണ് ഇന്ന് മയക്കുമരുന്നിന്റെ അഡിക്ഷനുള്ളത്. അല്ലാതെ മൈതാനി പറഞ്ഞതുപോലെ ഈ സ്ത്രീകളെ നിങ്ങളുടെ മക്കളെ നിരീക്ഷിക്കണമെന്നിടത്തല്ല ഞാൻ പറയുന്നത്. ഭർത്താക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ കരുതുന്നവരാണ്. ഭാര്യമാരെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ കരുതലുള്ളവരാകണം. കാരണം നിങ്ങളുടെ കുടുംബം ചൂട് മുടിഞ്ഞ് തകർന്ന് തരിപ്പണമാകുന്ന നാശകരമായ ഒരു പതനത്തിലേക്ക് നമ്മുടെ സാമൂഹിക ജീവിതം എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിൽക്കുന്നത്. നമ്മൾക്ക് ഉത്തരവാദിത്തമുള്ളവരാണ്. ഞാനിവിടെ ഈ യോഗത്തിന് 10-15 ആളുകളെ കണ്ടപ്പോൾ എനിക്കൊരു സന്തോഷം ഉണ്ടായത്. എല്ലാവരും ഉത്തരവാദപ്പെട്ട ആളുകളാണ്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മൾ ഈ ബോധം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ നീങ്ങുന്നിടത്തല്ല, നമ്മൾ ഇത് കാണുന്നിടത്ത് അതിനെ ചെറുക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ, എങ്ങനെ ശാസ്ത്രീയമായി ഇടപെടാൻ കഴിയുമോ ആ രൂപത്തിൽ ശാസ്ത്രീയമായി ഇടപെട്ടുകൊണ്ട് ഈ സമൂഹത്തെ സംസ്കരിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുന്നിടത്തും അത് പ്രയോഗിക്കുന്നിടത്തുമാണ് നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കേണ്ടത്. നിസ്സംഗരായി ഇരുന്നുകൊണ്ട് ഇതൊന്നും ഞാനല്ലല്ലോ, എനിക്കല്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നിസ്സംഗത പാലിക്കുമ്പോ ഒരുപക്ഷെ കൈമോശം വരുന്നത് നിങ്ങളുടെ ഭാര്യ, നമ്മുടെ ഭാര്യയായിരിക്കും, അല്ലെങ്കിൽ മകളായിരിക്കും, അല്ലെങ്കിൽ മകനെയായിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കളായിരിക്കും. ഇപ്പോ ഞാൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കേസ്, മയക്കുമരുന്നിന് കേസിൽ ഗൾഫിലും നാട്ടിലും പിടിക്കപ്പെട്ട ഒരു പയ്യൻ. ആ പയ്യനുമായി വിവാഹബന്ധം സംസാരിച്ച് ഉറപ്പിച്ച കുടുംബം ഇവരിങ്ങനെ പെട്ടു എന്ന കാരണത്താൽ ആ ബന്ധം വേണ്ടെന്ന് വെച്ചു. പക്ഷെ ആ പെൺകുട്ടി ഇന്നലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങളോട് ആരാണ് ഞാൻ വേണ്ടെന്ന് വെച്ചു എന്ന് പറഞ്ഞത്? ഞാൻ എന്റെ വീട്ടിലേക്ക് അവൻ എന്നെ കല്യാണം കഴിച്ചു കൊടുക്കാത്തത് കൊണ്ട്, ഞാൻ എന്റെ വീട്ടിലേക്ക് വീടുമായി ബന്ധപ്പെടാത്തത് 1 മാസമായി, എനിക്ക് അവരെ തന്നെ വേണമെന്നാണ്. എവിടെയാണ് നമ്മുടെ സമൂഹത്തിലെ പെൺകുട്ടികളുടെ, ആൺകുട്ടികളുടെ, നമ്മുടെ കുടുംബിനികളുടെ, നമ്മുടെ കുടുംബനാഥന്മാരുടെ അവസ്ഥ എവിടെയാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്ന് ചിന്തിക്കാൻ, നമ്മുടെ കണ്ണു തുറപ്പിക്കാൻ പര്യാപ്തമായിട്ടുള്ള സംഗതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഉണരണം. ഈ കമ്മിറ്റി മെമ്പർഷിപ്പ് എടുത്താൽ കൊടുത്തിരിക്കും. നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമ്മൾ നേതൃത്വം വഹിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് നിർവഹിക്കാൻ കഴിയണം. നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയണം. നമ്മൾ വിചാരിക്കുന്ന ഒരു പ്രസംഗം കൊണ്ട് ചെറുപ്പക്കാരെ ആകർഷിക്കാൻ കഴിയില്ല. ചെറുപ്പക്കാരെ ഉള്ളിടത്തേക്ക് നമുക്ക് കടന്നു പോകാൻ കഴിയണം. അവരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയണം. അവരുടെ കണ്ണിലേക്ക് നോക്കി അവരുടെ വർത്തമാനം പറയാൻ കഴിയണം. അവരുടെ ഏറ്റവും അടുത്ത് വെച്ച് നമ്മളാണ് എന്നവരെ തോന്നിപ്പിക്കാൻ കഴിയണം. നേരത്തെ സി പറഞ്ഞതും അതുപോലെ ASI പറഞ്ഞതും ഒക്കെ അതാണ്. ഒരു ഉപ്പക്ക് ഞാനൊരു ഉപ്പയാണെന്ന മകനെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതാണ്. ഒരു ഉമ്മക്ക് ഞാനൊരു ഉമ്മയാണെന്ന മകനെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതാണ്. എന്നെ ഏറ്റവും സ്നേഹിക്കുന്നത് എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മയാണ് എന്ന് മകനെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് എന്റെ മക്കളെ വല്ലാതെ പരിചരിക്കാൻ കഴിയും, പക്ഷെ എന്റെ പേരമക്കളെ എനിക്ക് നന്നായി പരിചരിക്കാൻ കഴിയുന്നത്. 2 വയസ്സും 4 മാസവും